ഹായ്, അസ്സാം വലൈക്കും. ഇന്ന് ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് നല്ല മഴയായിരുന്നു. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ താമരശ്ശേരി അടിവാരം വഴി വയനാടൻ കുന്നുകളിലേക്ക് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറിയതാണ്. പിന്നെ മഴ കൊള്ളുന്നത് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ വേഗം ഒന്ന് റെയിൻ കോട്ട് എടുത്ത് പിന്നെ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് നേരെ അടിവാരം താമരശ്ശേരി കുന്നുകളിലൂടെ പോകുന്ന കാഴ്ചയാണ്. 4-ാം വളവിലാണ് നമ്മൾ പോയത്. കാലിക്കറ്റിൽ നമുക്ക് ഏറ്റവും ഇവിടുത്തെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഫുഡ്, അതുപോലെ ഇവിടുത്തെ കാഴ്ചകൾ. താമരശ്ശേരി ഈ അടിവാരം എന്ന് പറയുന്നത് നല്ല ഹൈ ഗ്രീനറി ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ഇൻഷാല്ല ഫ്യൂച്ചറിലൊക്കെ നമുക്ക് നല്ല ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ കണ്ണൂർ വീട്ടിൽ നിന്ന് മാറിക്കുമ്പോൾ ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഭക്ഷണം. അതൊരു പരിധിവരെ കാലിക്കറ്റിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഒരു ഹോംലി ഫുഡാണ് ഇവിടുത്തെ. നല്ല നല്ല ഹോട്ടലുണ്ട് ഹോംലി ഫുഡ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ പത്തിരിയും നമ്മുടെ ഒറോട്ടിയും പിന്നെ കറി എന്ന് പറയുന്നത് പോലെ ഇവിടെ പൊരിച്ച പത്തിരി കിട്ടും. അങ്ങനെ നേരെ നമ്മൾ ഒരു ചെറിയൊരു കടയിലേക്ക് കയറി നല്ലൊരു പൊരിച്ച പത്തിരിയും പിന്നെ കറിയും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ കഴിച്ചു. അതുപോലെ ചെറിയ നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു മഴയോടുള്ള ഒരു വൈബ് ഒരു പ്രത്യേക ഫീലായിരിക്കും. നമ്മുടെ കൂടുള്ളത് ഉനൈസാണ്, നമ്മുടെ പ്രിയ സുഹൃത്താണ്. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ജസ്റ്റ് നമ്മുടെ ബൈക്കിൻ്റെ മുകളിലൂടെ ഈ താമരശ്ശേരി കുന്ന് കയറുന്ന വീഡിയോസാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ ചുരം കയറുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ. കാഴ്ചകളും ഈവൻ നമ്മൾ ചൂടുള്ള സമയത്ത് തന്നെ ഇതിലേക്ക് പോകുമ്പം ഫുള്ളി ആ ഒരു തണുപ്പ് കാലാവസ്ഥയാണ് ഉണ്ടാവുക. പിന്നെ പ്രത്യേകിച്ച് മഴയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. നമുക്കിത് കാഴ്ചകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. ഞാൻ ചെറുപ്പം തൊട്ടേ സോളോ യാത്ര ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈ വയനാട് ഉൾപ്രദേശങ്ങളിലൊക്കെ സോളോ യാത്ര ചെയ്തിട്ടുണ്ട്. വല്ലാത്തൊരു അനുഭവമാണ് സോളോ. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പം അതൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് നമുക്ക് ലൈഫിൽ തന്നെ തരും. പിന്നെ വല്ലാത്തൊരു ഒരു ഫീൽ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ വയനാട് മൈസൂർ റോഡൊക്കെ നമുക്ക് ഒരുപാട് മൃഗങ്ങൾ കാണാം. പക്ഷെ ഈ ഒരു കുന്നിന് മുകളിലൂടെ നമുക്ക് പോകുമ്പോൾ സാധാരണ കുരങ്ങുകളെ കാണാൻ പറ്റും. കുരങ്ങൾ തന്നെ ഈ മഴ സമയത്ത് എനിക്കൊന്നും അവിടെ സൈഡിലൊന്നും കണ്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ അവർ വന്നിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. നാട്ടുകാരൊക്കെ യാത്രക്കാരൊക്കെ ഭക്ഷണം കൊടുക്കുന്നതും കാഴ്ചകൾ കാണാം. ഇവിടുത്തെ ഏറ്റവും നല്ലൊരു രസകരമായ അനുഭവം എന്ന് പറയുന്നത് ആ ഒരു കടകളിൽ നിന്ന് കിട്ടുന്ന ചായയും കടിയൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നതാണ്. അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ്. എല്ലാവരും യാത്രക്കാർ അധികവും വണ്ടി സൈഡാക്കി നിർത്തിയിട്ട് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോകാറാണ് പതിവ്. പിന്നെ ഈ ഒരു മഴയിൽ ഈ ഒരു കാഴ്ച കണ്ട് ആസ്വദിച്ചൊരു ചായ കുടിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. കോടമഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത്. ക്യാമറയിൽ നമുക്ക് ഒരു പരിധിവരെ ഉണ്ട് ഇതിൻ്റെ ആ ഒരു റിയൽ പിക്ചർ ശരിക്കും നമുക്ക് എത്തിക്കാനൊന്നും പറ്റില്ല. റിയാലിറ്റി നമ്മൾ കണ്ട് അനുഭവിക്കുക തന്നെ വേണം. ഹൈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു വേൾഡിലെ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഈ താമരശ്ശേരി പിന്നെ ഈ അടിവാരം ഈ ചുരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വേറെ പല രാജ്യക്കാരും ഇവിടെ വന്നു പോകാറുണ്ട്. പ്രത്യേകിച്ച് അറബ്സ് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഈ മഴ ആസ്വദിക്കാനായിട്ട് വരാറുണ്ട്. അങ്ങനെ ഈ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഐ എം ഷഫീർ.